പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, അതുപോലെ ജോയിങ്ങള്, അതുപോലെ എല്ലാ ദൈവജനങ്ങളും ബിജുവയ്യ, എല്ലാ ജോയില്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനും കുറച്ച് തിരക്കുള്ള ഒരു ആക്ടിവിറ്റീസിൽ നിന്ന് ഇപ്പോൾ ഫ്രീ ആയുള്ളൂ. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തികമായ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് പഠിപ്പിക്കുവാൻ എന്താഗ്രഹിക്കുന്നു അത് ആ യഥാർത്ഥമായ ഉദ്ദേശത്തിലോട്ട് എത്തുവാൻ എല്ലാ ദൈവമക്കളെയും ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കുവാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി ഈ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടു. പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിനെ നമ്മൾ പർപ്പസ്ഫുള്ളി യേശുവാകുന്ന വാതിലിലോട്ട് കടത്തി വിടേണ്ടത് വളരെ മാൻഡേറ്ററി ആയ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. കാരണം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് അശ്രദ്ധ വെച്ചാൽ ഈ പാതാള ഗോപുരങ്ങൾ ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ പാതാള ഗോപുരത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നതിൻ്റെ ആ മെയിനായിട്ടുള്ള താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. അത് ഉപയോഗിക്കേണ്ട വണ്ണം തന്നെ ഉപയോഗിക്കുകയും വേണം. അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ ഉറപ്പായിട്ടും സാത്താൻ നമ്മുടെ സ്പിരിറ്റിനെ ആക്സസ് ചെയ്ത് നമ്മൾ അറിയാതെ നമ്മുടെ കൺട്രോൾ അവൻ കൈക്കലാകും. കാരണം നമ്മൾ പുറപ്പാട് പുസ്തകം 16:2 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുപോലെ നമ്മൾ സാത്താൻ്റെ ആ പിടിയിലാണെങ്കിൽ നമുക്ക് തെറ്റൊന്നും തോന്നില്ല. നമ്മുടെ വഴിയൊക്കെ നമുക്ക് ശരിയായിട്ട് തന്നെ തോന്നുള്ളൂ. പക്ഷേ ആത്മാക്കളെ തൂക്കി നോക്കുന്ന ദൈവം വ്യക്തമായി നമ്മളുടെ അവസ്ഥ ദൈവത്തിനറിയാം. നമ്മുടെ ആത്മാവിൻ്റെ സിറ്റുവേഷൻ, ആത്മാവ് എവിടെയാണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ആത്മാവിനെ തൂക്കി നോക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഏർലി ക്രിസ്ത്യൻ ലൈഫിൽ തന്നെ പഠിച്ചായിരുന്നു വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് വളരെ അധികം തോന്നിയിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഈ ആദിമ നൂറ്റാണ്ടിലെ സഭകളിൽ ഈ സാത്താന്യ തന്ത്രങ്ങളെ എനിക്ക് തോന്നുന്ന വളരെ ഡീപ്പായിട്ടും അതായത് ഒത്തിരി ഈ ആഴത്തിൽ അത് പഠിപ്പിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഒത്തിരി പഠിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും. അതായത് ചില കാര്യം നമുക്ക് തറവായിട്ട് അറിയാവുന്നതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കില്ല. പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് നമ്മൾ വായിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താന്യ തന്ത്രങ്ങളെ അത്ര ഡീപ്പായിട്ട് അവർക്ക് അറിയാമായിരുന്നു. അതായത് അത് പ്രത്യേകിച്ച് എഴുതാൻ പാകത്തിന് ആവശ്യമില്ലാത്ത അത്രയും ഈ പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ പഠനത്തിൽ അത് കവേർഡായി ഇരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സംബന്ധിച്ച് വരുമ്പോൾ ഈ സാത്താന്യ തന്ത്രങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി നമുക്ക് ഈ പറഞ്ഞ മാതിരി ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ആ അറിവിനെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ മിസ്സായിപ്പോയി. അപ്പൊ സാത്താന്യ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ അത്ര ഡീപ്പായിട്ട് അവർക്കറിയാമായിരുന്നു, പക്ഷെ നമുക്കറിയാതെ പോയി. ഹല്ലേലൂയ. ഞാനത് അതിൻ്റെ ഡീറ്റെയിലോട്ടാണ് ചിലത് കടക്കാൻ പോകുന്നത്. നമ്മൾ ഒരിക്കൽ കവർ ചെയ്ത മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് 13-ാം വാക്യം, അതിൻ്റെ സെക്കൻഡ് ഫേസോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പഠനമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്.
ഓൾറെഡി നമ്മൾ അതിന്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓൾറെഡി കവേർഡ് ആണ്. എനിക്ക് തോന്നുന്നത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എടുക്കണം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ ഭാഗം എടുത്ത സമയത്തും അത് എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ അത് എടുത്തിട്ടുണ്ട്. ഇന്ന് അത് പിന്നെ എടുക്കാൻ പോകുന്നു. പക്ഷേ ഈ 3 പഠനത്തിലും ഓരോ ടൈമിലും അതിന്റെ ഡെപ്ത് കൂടിക്കൂടിയാണ് വരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അത് കുറച്ചുകൂടെ ആഴത്തിലാണ് പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6:13 ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഓൾറെഡി എടുത്തതാണ്. പരിശുദ്ധാത്മാവ് ഈ ആഴ്ചയിൽ എന്നെ വെളിപ്പെടുത്തിയത് ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ അസൈൻ ആയിട്ട് നമ്മളെ, അല്ലെങ്കിൽ ഇത് പഠിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ദൈവം ഇത് വെളിപ്പെടുത്തിയപ്പോൾ അത് വളരെ ഡീപ്പായിട്ട്, വളരെ നമ്മൾ അറിയേണ്ട കാര്യമായിട്ട് തോന്നി. അതിന്റെ കാരണം പ്രത്യേകിച്ച് നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സ്പിരിറ്റിന്റെ ആ കൺസെപ്റ്റിനെ കുറിച്ച് അറിവുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ എടുക്കുന്ന ആ ലെവലിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലങ്ങളൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ബോഡിയുടെ പടം ഞാൻ വരച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബോഡി ഉണ്ട്, സോൾ ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ഇപ്പൊ ഈ സ്പിരിറ്റ് ഇപ്പൊ നിലവിലിരിക്കുന്നത് യേശു ആകുന്ന വാതിലിലൂടെ കടന്ന് യേശുവിനകത്താണ്, അല്ലെങ്കിൽ യേശുവിന്റെ കൺട്രോളിലാണ്. അതിനുശേഷം അത് പിന്നെയും യേശുവിനോട് കൂടെ ആ മേച്ചിൽപ്പുറം തേടി യേശു നയിക്കുന്നതനുസരിച്ച് നമ്മുടെ ആ സ്പിരിറ്റ് അല്ലെങ്കിൽ വിത്ത് സോള്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് പോകും. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഈ നമ്മുടെ സ്പിരിറ്റ് യേശു ആകുന്ന വാതിൽ കടന്ന് യേശുവിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ സ്പിരിറ്റ് മിക്കവാറും ഈ പറഞ്ഞ ഈവിളിനകത്താണെങ്കിൽ നമ്മൾ മൊത്തം പ്രശ്നത്തിലാണ്. നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ആക്ച്വലി പ്രശ്നത്തിലാണ്. ഒരു യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണെങ്കിൽ പർപ്പസ്ഫുള്ളി, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലമൊക്കെ കണ്ട പർപ്പസ്ഫുള്ളി നമ്മൾ നമ്മുടെ സ്പിരിറ്റിനെ യേശുവാകുന്ന വാതിലിലൂടെ കടത്തി വിടേണ്ടതാണ്. കാരണം സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യണത് നമ്മളാ. നമ്മൾ പറയുന്നതനുസരിച്ച് യേശുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കമാൻഡാണ്, നമ്മുടെ ഡിസിഷൻ ആണ് യേശുവിന്റെ അകത്തോട്ട് കടത്തി വിടുക എന്നുള്ളത്. അതിനകത്ത് അലംഭാവം കാണിച്ചാൽ ഈ സാത്താന്റെ ഒരു ട്രിക്കുണ്ട്. യേശുവിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, യേശു ഇങ്ങനെ വാതിൽ മുട്ടുവൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യം പറഞ്ഞു തരുള്ളൂ. നമ്മളായിട്ട് യേശുവിന്റെ വാതിലിലൂടെ പർപ്പസ്ഫുള്ളി ഈ സ്പിരിറ്റിനെ കടത്തിവിടേണ്ടതാണ്. അതേസമയം നമ്മളത് ചെയ്തില്ല എങ്കിൽ സാത്താൻ ഈ സ്പിരിറ്റിനെ മാടി വിളിച്ച് പല പ്രലോഭനത്തിലൂടെയും അതിനെ അക്സസ് ചെയ്ത് ഈ സാത്താൻ നമ്മുടെ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ട് ഓരോ വ്യക്തി ജീവിതവും വളരെ ആഴത്തില്, വളരെ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു സത്യമാണ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഞാൻ അതാണ് ഇപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഞാനിത് എടുക്കാം. ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ബൈബിൾ സ്റ്റഡി നമ്മൾ ഇതൊന്ന് ആ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എടുത്ത് കണ്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം മനസ്സിലാവും. അത് പക്ഷെ ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യം കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. എഫേസ്യ ലേഖനത്തില് 6-ാം അധ്യായത്തില് നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ. ഇനി
ഇത് ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ടാൽ നമ്മൾ ഡീല് ചെയ്യാൻ പോകുന്ന 4 തരത്തിലുള്ള സംഭവമുണ്ട്. അതിന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പിന്നീട് വരാം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ നമ്മൾ എങ്ങനെ അകപ്പെടാതിരിക്കാം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അകപ്പെട്ട അത്ര എളുപ്പമുള്ള പണിയല്ല. കാരണം 4 തരത്തിലുള്ള സാത്താനികമായ സിസ്റ്റങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒന്ന്, എനിവേ മനുഷ്യരാരുമല്ല, ജഡരക്തമൊന്നുമല്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സാധാരണ നമ്മൾ ഈ കാണുന്ന ഹ്യൂമൻ ബീയിങ് ഒന്നും അല്ല. അതിൻ്റെ ഒരു ജസ്റ്റ് ഈ പറഞ്ഞ സ്പിരിറ്റിൻ്റെ കളിയാണ്. ആ ഓരോ സ്പിരിറ്റ് ഓരോരുത്തരെ പാവകളാക്കി എന്തൊക്കെ പ്രശ്നം മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന രീതി സാത്താൻ്റെ ഇടപാടാണ്. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള വ്യക്തി പരീക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ 4 തരത്തിലുള്ള സിസ്റ്റം ആയിട്ട് ഇവൻ ഏറ്റുമുട്ടേണ്ടി വരും. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയണം. അതെങ്ങനെ ഓരോ സിസ്റ്റത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയണം. അറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അതിൻ്റെ ഓരോ സാധനം എന്താണ്, അതെങ്ങനെയാണ്, ഓരോ സാധനത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ പിന്നീട് പഠിക്കാം. പക്ഷേ ഒരു കാര്യം നോക്കിയോ, നമ്മൾ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന 4 കാര്യം, ഒന്ന് വാഴ്ചയുണ്ട്, അധികാരമുണ്ട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതിയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. വാഴ്ചയുണ്ട്, അധികാരമുണ്ട്, അന്ധകാരത്തിന്റെ ലോകാധിപതിയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. 4 സിസ്റ്റത്തിൽ നമ്മൾ പെട്ടുപോകും, അല്ലെങ്കിൽ 4 സിസ്റ്റത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം. ഹല്ലേലൂയ. അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഒരു നോർമലായിട്ടുള്ളൊരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു പ്രശ്നത്തിൽ കടന്നവിട്ടെ, ഈ ഇടിവെട്ടിനെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞ മാതിരിയൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പറയില്ലേ മലയാളത്തിൽ. അല്ലെങ്കിൽ ഒരു ഗുണ്ട ആക്രമണമോ, അല്ലെങ്കിൽ നമ്മൾ പല പ്രശ്നത്തിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ പിന്നെ സാധാരണ മാനുഷികമായി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരേ സമയം രോഗ പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ അതേസമയം സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാവാം, അതേസമയം വേറെ എന്തെങ്കിലും സാമൂഹ്യമായ പ്രശ്നമോ എന്തെങ്കിലും കേസോ വയ്യാവേലിയോ എല്ലാം ഉണ്ടാവാം. അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പല പ്രശ്നങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അത് ഇതുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യണ്ട. പല പ്രശ്നം ഒറ്റയടിക്ക് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മളുടെ അവസ്ഥയായി പോകും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയിൽ അകപ്പെടുന്ന അവസ്ഥ. അപ്പൊ പരീക്ഷയിൽ അകപ്പെടുന്ന പരിപാടി ഒട്ടും നല്ലൊരു ഇടപാടല്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രശ്നത്തെ പഠിക്കാൻ പോകണം. അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ പരീക്ഷയിൽ അകപ്പെടുന്ന അവസ്ഥ എന്നുള്ളത് ദൈവം എനിക്ക് പഠിപ്പിച്ച് തന്നത് നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു രീതിയിൽ നിന്നാണ്. ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തില് 22-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെ, നമ്മളത് വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി
യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമായ വേദഭാഗമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ഇവരെ നിർബന്ധിച്ചാണ് പടകിൽ കയറ്റി വിട്ടത്. ഈ പരീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷകൻ പരീക്ഷയാൽ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ദൈവം അനുവദിച്ചാൽ മാത്രമേ വരുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിന്റെ പോർഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ദൈവം അലോ ചെയ്യണം. അലോ ചെയ്താൽ മാത്രമേ പരീക്ഷ വരുള്ളൂ. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാവും ചെയ്യുന്നതാണ്. നമ്മൾ അടുത്ത അതിന്റെ ലെവലിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ യേശുവിനെ പരീക്ഷിച്ച സമയത്തും ആത്മാവാണ് പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തിയത്. അങ്ങനെ തന്നെയാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നത്. ആത്മാവാണ് പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ മരുഭൂമിയിലോട്ട് അയച്ചത്, ഫോഴ്സ് ചെയ്തത്. ഇവിടെ എന്താ കാണുന്നത്? പരീക്ഷിക്കപ്പെടാൻ ഈ ശിഷ്യന്മാർ ശരിക്കും പറഞ്ഞ നല്ലൊരു പരീക്ഷണത്തിലാണ് പെട്ടത്. ആ പരീക്ഷണത്തിൽ പെടാൻ വേണ്ടി യേശു നിർബന്ധിച്ച് പറഞ്ഞു വിടുകയത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കേസാണ്. ഈ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകമായ സാഹചര്യം പോലും ദൈവം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിസ്റ്റം, അതായത് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി, അതായത് ഒരു പ്രത്യേകമായ സാഹചര്യം തന്നെ ദൈവം സൃഷ്ടിച്ചു കളയും. അബ്രഹാമിനോട് ഈ യാഗം കഴിക്കാൻ അവിടെ വെച്ച് കഴിച്ചോളാനല്ല പറഞ്ഞത്. ആ മോറിയ ദേശത്ത് അവിടെ പോയിട്ട് ഞാൻ കൽപ്പിക്കുന്ന മലയെ പോയി യാഗം കഴിക്കാൻ 3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് പരീക്ഷിക്കണേ. ഇത് നമ്മൾ അറിയേണ്ട ഒരു കേസാണ്. അപ്പൊ ഈ പരീക്ഷ എന്ന് പറയുന്ന സംഭവം അത്ര സിമ്പിൾ അല്ല. നമ്മൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് സിമ്പിളാണോ? അവര് അത്രയും നാള് അവർ പഠിച്ച് അവരെ ഒന്ന് അളക്കാൻ വേണ്ടിയുള്ളതാണ് പരീക്ഷ. അതേപോലെ തന്നെ നമ്മളെ ഒന്ന് അളക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് പരീക്ഷ. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇതിനാൽ മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ് അബ്രഹാമിനോട് പറഞ്ഞത്. ഹല്ലേലൂയ, അല്ലെ? പരീക്ഷ ജയിച്ച അബ്രഹാമിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോ ഈ കാര്യങ്ങൾ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പിള്ളേരുടെ പരീക്ഷയുടെ ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതുവരെ അവർ പഠിച്ച ബുക്കോ അതുവരെ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സോ അതുവരെ അവർ സപ്പോർട്ട് ചെയ്ത ഒരു ട്യൂഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു കാര്യമോ പരീക്ഷ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. പകരം അവര് അത്രയും നാൾ ആർജിച്ചത് എങ്ങനെ അവർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കുന്ന പരീക്ഷ. അതേപോലെ തന്നെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടാൽ വിടുന്നത്. ശ്രദ്ധിക്കണം. ദൈവത്തിന് നമ്മളെ എപ്പോഴും പരീക്ഷിക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ല. ദൈവം പരീക്ഷിക്കപ്പെടാതിരിക്കാനാണ് ദൈവം പോലും സജസ്റ്റ് ചെയ്യണത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അത് അത്ര പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെ യേശു നിർബന്ധിച്ച് പരീക്ഷയുടെ ഒരു അവസ്ഥയിലോട്ട് വിടുകയാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഹല്ലേലൂയ. ഇനി പരീക്ഷ കഴിഞ്ഞത് എപ്പോഴാ? ഈ പരീക്ഷ കഴിഞ്ഞത് സിമ്പിളാണ്. യേശു പത്രോസ് ആ പടകിൽ കയറിയപ്പോൾ തന്നെ കാറ്റങ്ങ് നിന്നു. ഈ പറഞ്ഞ സിറ്റുവേഷനും ഈ ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ
ശാസിക്കാൻ പോകുന്നതിന് മുമ്പേ കുറച്ച് കാറ്റടിച്ചായിരുന്നു. യേശു ഇങ്ങനെ എന്നിട്ട് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാവെന്ന് കൽപ്പിച്ചായിരുന്നു. ആ ഒരു സിറ്റുവേഷനും ഈ ഒരു സിറ്റുവേഷനും രണ്ട് പ്രിൻസിപ്പിൾ പഠിപ്പിക്കാനാണ് യേശു ഉപയോഗിച്ചത് കേട്ടോ. അത് സാത്താനിക ഫൈറ്റുമായിട്ട് ബന്ധമുണ്ട്. ആ സമയത്ത് ഓൾറെഡി യേശു ഉണ്ട്, ഉറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ പരീക്ഷ ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എന്നുള്ള കോണ്ടസ്റ്റിൽ ദൈവം എന്നെ പഠിപ്പിച്ചതും മനസ്സിലാക്കിപ്പിച്ചത് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ അതുമായിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്യേണ്ട. അതൊരു സാത്താനിക ഫൈറ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ കോണ്ടസ്റ്റ് വേറെയാണ്. പക്ഷെ ഇത് ബൈബിളിൽ പറയുന്ന ഓരോ കഥയ്ക്ക് പിന്നിലും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദൈവം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തിയാൽ മാത്രം മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവിടെ വളരെ സൂക്ഷിച്ചു, യേശു ഇവിടെ ശാസിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ദ മൊമെന്റ് ഹി എന്റേർഡ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ബോട്ട്, ഈ സംഭവം നിന്നു. അപ്പോ ഒരു കാര്യം മനസ്സിലാകുക, ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചു മുമ്പേ കണ്ട പടത്തില് യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷണം നമ്മുടെ ഉള്ളിൽ വരില്ല. അതായത് നമ്മൾ യേശുവിന്റെ ചേംബറിനകത്താണെങ്കിൽ, യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ പരീക്ഷണം നമ്മളെ തൊടാൻ പറ്റില്ല. വാട്ട് ദ പോയിന്റ്? ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി യേശു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൈവം അപ്രൂവ് ചെയ്യണം. ദൈവം ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു പരീക്ഷയാണ്. പരീക്ഷിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ പരിപാടി എങ്കിൽ ശ്രദ്ധിച്ചോ, ആ സമയത്ത് ദൈവം കൂടെ ഉണ്ടാവില്ല. ദൈവം മാറി നിന്ന് നമ്മൾ വാച്ച് ചെയ്യും. നമുക്ക് ആ സമയത്ത് ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റും ഉണ്ട്. പക്ഷെ ദൈവം ഇച്ചിരി മാറി നിൽക്കും. ഹല്ലേലൂയ. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് യേശുവിന്റെ ക്രൂശുമരണം. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ. പിതാവ് ആ സമയത്ത് മാറിക്കളഞ്ഞൊരു പരീക്ഷണമായി പോയി. പക്ഷെ അവൻ ജയിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ. അബ്രഹാം പരീക്ഷിക്കപ്പെട്ട അവസാനം വരെ കത്തി ഓങ്ങുന്ന അവസ്ഥ വരെ വന്നു. അപ്പോഴാ ദൈവം കയറി ഇന്റർഫിയർ ചെയ്തത്. ഹല്ലേലൂയ. പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലായോ? അപ്പൊ ദൈവം നമ്മളെ അത്രയും നാള് പഠിപ്പിച്ച് നമ്മുടെ സ്പിരിറ്റിനെ എൻറിച്ച് ചെയ്ത്, അത്രയും നാൾ നമ്മുടെ സോളിനെ എൻറിച്ച് ചെയ്ത്, അത്രയും നാൾ നമ്മുടെ ബോഡീനെയും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ റൈറ്റ് ആക്കി പഠിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവൻ ഇതിനകത്ത് പാസ് ആകുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യേശു ഒന്ന് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കുന്നത്, ദൈവം ഒന്ന് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കുന്നത്. ആ സമയത്ത് പക്ഷെ നമുക്ക് നോക്കാം, നോട്ടം ഒരിക്കലും മാറരുത്, പ്രിൻസിപ്പിൾസ് ഒരിക്കലും മാറരുത്. യെസ്, ഹല്ലേലൂയ. യെസ്, നമ്മൾ ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഫണ്ടമെന്റലി ഈ കാര്യം മനസ്സിലാക്കുക, പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. ദൈവം ഇച്ചിരി മാറി നിന്ന് കളയും. അതായത് നമ്മളെ നോക്കുക. അതായത് നമ്മൾ പിള്ളേർക്ക് ആരെങ്കിലും പരീക്ഷയുടെ സമയത്ത് ബുക്ക് തുറന്നു വെച്ച് കൊടുക്കുമോ? അത്രയും നാൾ പഠിപ്പിച്ച ടീച്ചർ തന്നെ ആയിരിക്കും ഇൻവിജിലേറ്റർ ആയിട്ട് ബുക്ക് ക്ലാസ്സിലിരിക്കുന്നത്. പക്ഷെ ടീച്ചർ വല്ലതും പറഞ്ഞു തരുമോ? പറഞ്ഞു തരില്ല. അതേപോലെ കൂട്ടിയാൽ മതി. ദൈവത്തിന് നമ്മളെ ഒന്ന് പരീക്ഷിക്കണം. അപ്പൊ പരീക്ഷ എന്ന് പറയണം, ഞാൻ ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപത്യവും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പരീക്ഷയാണ്. ആ സമയത്ത് ദൈവമാണെങ്കിൽ മാറി നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സീരിയസ് തിങ് ആണ് ഇത്. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്. അതുകൊണ്ടാണ് യേശു പ്രത്യേകിച്ച് പ്രാർത്ഥനയില് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് പരീക്ഷ ശരിക്കും പറഞ്ഞ. അപ്പൊ ഇത് ഒരിക്കലും, അതായത് ശരിക്കും നമ്മൾ ഫുള്ളി എക്യുപ്പ് ചെയ്ത് നമ്മൾ ശരിക്കും ഈ സിലബസ് പഠിച്ച് ദൈവത്തിന്റെ ആ സിസ്റ്റം ശരിക്കും മനസ്സിലാക്കി ആ പവറിൽ ഉള്ള സമയത്ത് അത് ആ ലെവലിൽ മാത്രമേ ദൈവം പരീക്ഷിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ വിടുകയുള്ളൂ. പക്ഷെ നമ്മുടെ മണ്ടത്തരം എന്നാണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മൾ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ
നമ്മൾ ആ നേരത്തെ കണ്ട പടത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സ്പിരിറ്റ് ഈ ദുഷ്ടപിശാച് കൈവശമാക്കും. അതുകൊണ്ടാണ് ഈ പരീക്ഷയിൽ അകപ്പെടാതിരും പ്രാർത്ഥിക്കാൻ. പരീക്ഷ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കരുത് ഒരിക്കലും. നമ്മൾ നമ്മുടെ സ്പിരിറ്റിനെ പർപ്പസ്ഫുള്ളി യേശുവിന്റെ അടുത്ത് കൊടുത്തിടുക വേണ്ടത് എപ്പോഴും. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിലോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വ്യക്തമായി ഇത് ചെയ്തില്ല എങ്കിൽ സംഭവിക്കാൻ പോണെന്താ? ഉറപ്പായിട്ട് നമ്മൾ ആ നേരത്തെ പടം കണ്ടതുപോലെ ആ സ്പിരിറ്റിനെ ദുഷ്ടപിശാച് ആക്സസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടാത്ത നമ്മളെ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് ഒരു പരുവായി കളയും. ശരിക്കും ഇതാണ് പറ്റണേ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഇത് ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആണ്, ഇത്ര സീരിയസ് ആണെന്ന് മനസ്സിലാണ്. അപ്പൊ ഇത്ര ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയാൽ തന്നെ എങ്കിലും നമ്മൾ ഉറപ്പായിട്ട് യേശുവിന് എന്നും ഈ കാര്യം എന്റെ ആത്മാവിനെ യേശു ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പ്രാർത്ഥിച്ചു പോകും. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാതെ, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാതെ സാത്താൻ നമ്മളെ വെറും ഒരു കളിപ്പാവയെ പോലെ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് നമ്മുടെ ലൈഫിനെ കൊളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിൽ ഐ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ വെളിപ്പെടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സാധാരണഗതിയേക്കാളും ഞാൻ കൂടുതൽ സമയം ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യും. ദൈവത്തിന്റെ ശരിക്കും ആത്മാവിന്റെ ഇത് ഉള്ള വ്യക്തിയായിട്ട് പോലും ഈ സാത്താനെ തന്ത്രം ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യം അറിയണതിന് മുമ്പേ സാത്താൻ എന്നെ മുതലെടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ സാധാരണഗതിയിൽ കൂടുതൽ ദൈവത്തിന്റെ സന്നിധി സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. പരിശുദ്ധാത്മാവ് ചെറുപ്പം മുതലുള്ള ആളാണ്. പക്ഷെ അങ്ങനെ ആയ എൻ്റെ കാര്യത്തിന്റെ കേസ് പറയണേ. അപ്പൊ സാധാരണഗതിയിലുള്ള അവസ്ഥയുടെ ഒന്നും ഓർത്തോ, ഞാൻ വിചാരിക്കുന്ന കൂടുതൽ സമയം സാത്താൻ നമ്മളെ വെറും ഒരു നിഷ്ക്രിയമാക്കി, നമ്മളെ വെറും ഒരു കളിപ്പാവയാക്കി, നമ്മുടെ നായ്സിന്റെ നല്ല പങ്കും മോഷ്ടിച്ചും അറുത്തും മുടിച്ചും ഇരിക്കാൻ ആ ചാൻസ് ഈ ഒരു സത്യം അറിഞ്ഞില്ലെങ്കിൽ. പക്ഷേ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പർപ്പസ്ഫുള്ളി എന്നും ദൈവമേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണം. എന്നും പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന് അകത്തോട്ട് കൊടുത്ത് സെറ്റപ്പ് ആക്കി നിർത്തുവാൻ വേണം. പർപ്പസ്ഫുള്ളി പിശാചിനെ പൂട്ടുകയും വേണം. യേശുവിന്റെ നാമത്തിൽ താക്കോല് നമ്മുടെ കയ്യിലാ. സകല പാതാള ഗോപുരവുമായിട്ട് അവൻ വരാൻ പോലും സമ്മതിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അവനെ പൂട്ടുന്നു. ഇനി അവൻ നമ്മുടെ ഏതെങ്കിലും മണ്ഡലത്തിൽ, നമ്മുടെ ജീവിതത്തിലോ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മണ്ഡലങ്ങളിലോ, അതിനകത്ത് ഞാൻ പറഞ്ഞു കുടുംബവും നമ്മുടേതായ ശുശ്രൂഷയും അതുപോലെ എല്ലാ കാര്യവും വരും. അപ്പൊ ആ ജോലി മണ്ഡലം, ഭൗതികം, ആത്മീയ, ശരീരം, നമ്മുടെ സാഹചര്യം, അവസ്ഥ, സാമ്പത്തികം, എല്ലാ സാധനവും വരും. ആ സാധനങ്ങളിലൊക്കെ ഏതെങ്കിലും അന്ധകാര ശക്തി വല്ല ഇതെടുത്തിട്ടുണ്ടെങ്കിൽ, വല്ല അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അമ്മേ. അപ്പോ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിതം കഴിക്കണം. അറ്റ്ലീസ്റ്റ് അതിന്റെ ആ ഇമ്പോർട്ടൻസ് കുറച്ച് മനസ്സിലായി നമുക്ക് വിചാരിക്കാം. നമ്മളിപ്പോൾ വായിച്ച ആ വേദഭാഗത്തിലെ കുറച്ചു കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് അടുത്ത ഈ പറഞ്ഞ അതിന്റെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഡീപ്പായ ഒരു ടോപ്പിക്കാണ്. ഹല്ലേലൂയ. അപ്പോ ഈ ശിഷ്യന്മാര് പർപ്പസ്ഫുള്ളി ദൈവം പരീക്ഷിക്കാൻ വേണ്ടി വിട്ടതാണ്. ശിഷ്യന്മാര് പർപ്പസ്ഫുള്ളി അവരെ ഒന്ന് പരീക്ഷിച്ചതാണ് യേശു. കാറ്റടിക്കുന്നു ഭയങ്കരമായിട്ട്, തിരയടിച്ച് ഒരു പ്രത്യേക അവസ്ഥയിൽ യേശു കടലിന്മേൽ നടന്ന് ഈ പറഞ്ഞ ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലുക. ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും എസൻസ് ആയ കാര്യമാണ് പറയുന്നത്. അവരാദ്യം പേടിച്ചു ഭൂതാന്നോർത്ത്. അപ്പൊ യേശു പറഞ്ഞു ഭയപ്പെടേണ്ട, അത് ഞാനാ. അപ്പോഴൊന്നും കാറ്റടങ്ങിയിട്ടില്ല. കാറ്റടങ്ങിയത് യേശു പത്രോസും പടകിൽ കയറിയപ്പോൾ മാത്രമാണ് കാറ്റടങ്ങിയിട്ടുള്ളൂ. അതുവരെ കാറ്റടിച്ചോണ്ടിരിക്കുക. ഈ കാറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് പത്രോസിന് ഒരു പ്രത്യേകം, അതൊക്കെ ഓരോന്ന് പഠിപ്പിക്കാൻ, നമ്മളെ ഓരോ പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചാണ്. ഈ ഇവന്റ് ഇങ്ങനെ തന്നെ നടന്നതിനകത്തൊക്കെ ഒത്തിരി പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോ പത്രോസ് പറയാണ്, നീ യേശു ആണെങ്കിൽ എന്നോട് കടലിൽ കൂടെ നടന്ന്
അങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു പോരെ, കാറ്റ് അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ പത്രോസ് കടലിന്മേല് യേശു പറയുന്നതനുസരിച്ച് നടന്നു. യേശുവിനെ നോക്കി നടന്നപ്പോ പത്രോസിന് കുഴപ്പമില്ല. പക്ഷേ കാറ്റിലോട്ട് അവന്റെ ശ്രദ്ധ പോയപ്പോ അവൻ മുങ്ങിത്തുടങ്ങി. അപ്പൊ അതിനകത്ത് ഒരു മർമ്മം, അതായത് വചന പ്രിൻസിപ്പിൾസ് നമ്മൾ ശ്രദ്ധിക്കുക. ഏത് പരീക്ഷയുടെ അവസ്ഥയാണെങ്കിലും നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 6:40 നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:40 പറയുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പരീക്ഷയാണെങ്കിലും യേശുവിനോട് കൂടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ പുത്രനെ നോക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് ഫുൾ ടൈം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മളിപ്പം യേശു മാറിയാണെങ്കിൽ യേശുവിനെ നോക്കണതിന് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ യേശുവിന്റെ സിസ്റ്റത്തെ തന്നെ നമ്മൾ ധ്യാനിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോ പത്രോസിന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറി തെരയിലോട്ട് വന്നപ്പോൾ അവൻ താണുപോകും. അപ്പൊ പരീക്ഷയുടെ സമയത്ത് നമ്മൾ യേശുവിനെ തന്നെ നോക്കണം. നോട്ടം മാറല്ല. നോട്ടം മാറിയ താണുപോകും. നമ്പർ 1. നമ്പർ 2, സപ്പോസ് നമ്മൾ പരീക്ഷയിൽ ഫെയിൽ ആയെന്ന് വെച്ചോ, ഫെയിൽ അല്ലെങ്കിൽ അബൌട്ട് ടു ഫെയിൽ, നമ്മൾ പോയി അല്ലെങ്കിൽ പോകാൻ പോവാ. പത്രോസ് കാണിച്ചൊരു വലിയൊരു, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്, എൻ്റെ യേശുവെ രക്ഷിക്കണമേ എന്ന് നമ്മൾ കരഞ്ഞോണം. ഒരിക്കലും പരീക്ഷയിൽ നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കരുത്. ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒറ്റ കരച്ചിൽ അല്ലെങ്കിൽ ഒറ്റ പ്രാർത്ഥന മതി, അവൻ കൈപിടിച്ചോളും. കാരണം പരീക്ഷ അത്ര എളുപ്പമുള്ള ഇടപാടല്ല. പരീക്ഷയെ വരും, ദൈവം ടെസ്റ്റ് ചെയ്യാൻ നോക്കും. ഇനി സപ്പോസ് നമ്മൾ ഫെയിലറായി നമ്മൾ പോവുകയാണെങ്കിൽ പോലും ദൈവം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ ഇതാണ്, എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ആ സമയത്ത് അവൻ കൈപിടിച്ച് നമ്മളെ രക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോ അപ്പോഴൊക്കെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യേശു ഈ പടകിൽ കയറിയപ്പോഴേ കാറ്റൊറ്റടിയിൽ നിന്ന് ശാസിച്ചിട്ടില്ല, ഒന്നുമില്ല. കാരണം അത് യേശു നിർബന്ധിച്ച് ഇവരെ പരീക്ഷയിൽ വിട്ടതാണ്. അപ്പോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയിലല്ല, സേഫാണ്. അതുകൊണ്ടാണ് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെയിലോട്ട് കൊടുക്കാൻ പറയുന്നത്. പർപ്പസ്ഫുള്ളി ദൈവമേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം, അതായത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് യേശുവായിട്ടുള്ള ആ ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ക്രിസ്ത്യാനി എന്ന, ഒരു വിശ്വാസി എന്ന, ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്ന, വചനത്തിന്റെ സിസ്റ്റം മനസ്സിലാകുന്ന വ്യക്തി എന്ന ഒരു ആളുടെ ചുമതലയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നിന്നോണം. നിന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതായത് പരീക്ഷ ഫേസ്, ഒന്നാമത് ദൈവം ദൈവത്തിന്റെ സിസ്റ്റം ഉണ്ട്. പരീക്ഷയിൽ അകപ്പെടാൻ വളരെ പർപ്പസ്ഫുള്ളി ദൈവം വിടുള്ളൂ. ആ സമയത്ത് അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞ പരീക്ഷയിലാകുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയും, അന്ധകാര ശക്തിയെ പൂട്ടാനുള്ള പ്രാർത്ഥനയും, അന്ധകാര ശക്തിയുടെ സിസ്റ്റത്തെ നമ്മുടെ മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റാനുള്ള പ്രാർത്ഥനയും, പാതാള ഗോപുരത്തെ അനങ്ങാൻ സമ്മതിക്കരുത്. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റലി ഒരു വിശ്വാസി പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിത് ഞാനിത് ഇപ്പോഴാണ് പഠിച്ചത്. ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായി. നമ്മളിത് പഠിക്കണം കേട്ടോ, നമ്മളിത് ധ്യാനിച്ച് നമ്മൾ ചെയ്തോണം. ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിനി യേശുവിൻ്റെ ആ പരീക്ഷണം ഒന്ന് നോക്കാം. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായ ചില കാര്യങ്ങൾ മനസ്സിലായാൽ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലോട്ട് ഞാൻ പോവുകയാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ ആരാ നടത്തി? യേശുവിനെ ആത്മാവ് മരുഭൂമിയിൽ നടത്തി. കുറച്ചു മുമ്പ് ശിഷ്യന്മാരുടെ കാര്യത്തിൽ എന്താ? യേശുവിനെ നിർബന്ധിച്ച് പരീക്ഷയിൽ വിട്ടു. ഇവിടെ എന്താണ്? ആത്മാവ് പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നടത്തിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീശകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തുള്ള എല്ലാ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വളരെ നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. പക്ഷെ അതിനകത്ത് നമ്മളുടെ ഈ പർട്ടിക്കുലർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് സെക്ഷൻ നോക്കാം. മറ്റേ സെക്ഷൻ നമുക്ക് അറിയാം, ലാസ്റ്റ് സെക്ഷന്റെ അതിന്റെ കുറച്ച് നമുക്ക് അതിനകത്ത് കുറച്ച് മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ട്. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, then Jesus said to him, go Satan, for it is written, you shall worship the Lord your God and serve him only. Serve him only. ഈ ആക്ച്വലി മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ അഗൈൻ പ്രശ്നമുണ്ട് അവിടെ. നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് അത് കോട്ട് ചെയ്തേക്കുന്നത്. അത് നോക്കിയാലും പിന്നീട് ഇത് ഗ്രീക്കിൽ നോക്കിയാലും ഇതിന്റെ എംഫസിസ് വരുന്നത് സെർവ് ഹിം ഒള്ളി എന്നുള്ള പദത്തിലാണ്. അതായത് ദൈവത്തെ മാത്രമേ സെർവ് ചെയ്യാവൂ എന്നുള്ളതാണ് പോയിന്റ്. ഹല്ലേലൂയ. അപ്പോ ഈ 3 പരീക്ഷണത്തിന്റെയും ഒരു കാര്യം നോക്കുക. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആശയം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്നാമത്തേതായിട്ടുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സാഹചര്യം, വിശന്ന അല്ലെങ്കിൽ മാനുഷികമായ നമ്മുടെ പല സാഹചര്യത്തിൽ നിന്ന് മുതലെടുത്തിട്ടാണ് സാത്താൻ കയറി വരുന്നത്. നമ്മുടെ മാനുഷികമായ പല സിറ്റുവേഷനെ മുതലെടുക്കുമ്പോഴാണ് സാത്താൻ പയ്യെ നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കയറി വരും. അപ്പോൾ ഇവിടുത്തെ മാനുഷിക സാഹചര്യം എന്താ? യേശുവിന് വിശന്നപ്പോൾ ഇവൻ പറഞ്ഞ നൈസായിട്ടുള്ളൊരു, അതായത് യേശുവിനെ സഹായിക്കാൻ എന്ന വ്യാജേന, അതാണ് ഈ ഒരു ഫണ്ടമെന്റൽ ആയിട്ടൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക. സാത്താൻ നമ്മളെ സഹായിക്കില്ല. സാത്താൻ സഹായിക്കാൻ വേണ്ടി അല്ല വരണേ. സഹായിക്കും എന്നുള്ള അഭിനയിച്ചാണ് വരണത്, അല്ലെങ്കിൽ സഹായിക്കാൻ എന്ന് തോന്നുന്ന രീതിയിലൊക്കെ വരും. പക്ഷെ സഹായിക്കാനല്ല. സാത്താനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. നെവർ എവർ ബിലീവ് സാത്താൻ. കാരണം അവൻ വരുന്നത് മോഷ്ടിപ്പാൻ, അറപ്പാൻ, മുടിപ്പാനാ. അവൻ നമ്മളെ സഹായിക്കില്ല. അത് ഒന്നാമത്തെ കേസ്. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ വിശ്വാസികളും നമ്മൾ മനസ്സിലാക്കണം. സാത്താന്റെ ഐഡിയ ആണോ നമ്മളെ സഹായിക്കാനാ, ചതിക്കാനാ, നമ്മളെ മോഷ്ടിക്കാനാ, നമ്മളെ മുടിക്കാനാ, നമ്മളെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. സാത്താൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു തന്ത്രത്തിൽ പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, യേശു പറഞ്ഞ പോയിന്റ് ഇതാണ്. യേശുവിനെ ദൈവത്തെ മാത്രമേ നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സപ്പോസ് സാത്താൻ പറഞ്ഞ ആദ്യത്തെ അടവ് യേശു എടുത്തായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ സപ്പോസ് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, യേശു അങ്ങ് കല്ലപ്പമാകാൻ വേണ്ടി അങ്ങ് സമ്മതിച്ചു അല്ലേ? ഓക്കെ, എന്നാൽ യേശു തന്നെ കല്ലപ്പമാകാനായിട്ട് സമ്മതിച്ചു, കൽപ്പിച്ചു. ശരിക്കും എന്താ സംഭവിക്കണം അവിടെ? യേശു സാത്താനെ സെർവ് ചെയ്യാണ്. അതായത് സാത്താൻ പറഞ്ഞ ഐഡിയ അവൻ ഒബേ ചെയ്യുകയാണ് ചെയ്തത്. അതല്ലേ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പാപത്തിൽ കാണുന്ന, അല്ലെങ്കിൽ സാത്താൻ പറഞ്ഞ കാര്യം ഹവ്വ അങ്ങ് ഒബേ ചെയ്തു. അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇപ്പൊ ചാടാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ചാടി ആയിരുന്നെങ്കിലോ ഒരു പക്ഷേ ദൂതന്മാർ കാവൽ ചെയ്യുമായിരിക്കും. പക്ഷേ പോയിന്റ് ഇതാണ്, സാത്താൻ ഒരു ഐഡിയ പറയുന്നു, ആ ഐഡിയ നമ്മൾ ഒബേ ചെയ്യുവാണെങ്കിൽ അവനെ സെർവ് ചെയ്യാണ്. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ആ പടം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വലിയ ആ ദുഷ്ടപിശാച് നമ്മളെ ശരിക്കും, ഹല്ലേലൂയ, ഈ പറഞ്ഞ നമ്മുടെ സ്പിരിറ്റ് ഈ യേശുവാകുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി ഈ ദുഷ്ടപിശാചിന്റെ കയ്യിലാണെങ്കിൽ, ഈ ദുഷ്ടപിശാച് നമ്മളോട് പലതും പറയും, നമ്മൾ അത് മുഴുവൻ ചെയ്യുകയും ചെയ്യും. ബട്ട് റിമെമ്പർ, സാത്താനിക ഐഡിയാസ്, സാത്താൻ നമ്മുടെ സ്പിരിറ്റിനെ ആക്സസ് ചെയ്ത് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും, പലതും പറയിപ്പിക്കും, പല കാര്യങ്ങളിലും ഇൻവോൾവ് ആക്കിപ്പിക്കും. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ആർ സെർവിങ് സാത്താൻ. ഒരു വിശ്വാസിയാണെങ്കിൽ, ഹല്ലേലൂയ, പ്രിയമക്കളെ, ഈ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ദുഷ്ടനെ സെർവ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സ്പിരിറ്റിന്റെ സിസ്റ്റത്തിന് അത്ര ഇമ്പോർട്ടൻസ്. നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കയ്യിൽ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. പർപ്പസ്ഫുള്ളി സാത്താനെ താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയേ പറ്റുള്ളൂ. സാത്താൻ നമ്മുടെ ഫീൽഡിൽ അനങ്ങാൻ സമ്മതിക്കരുത്. പിന്നെ പരീക്ഷ എന്നുള്ള അവസ്ഥ ദൈവം നമ്മൾ പഠിച്ച് നമ്മൾ ഒരു അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് ആണെങ്കിൽ മാത്രം ഇന്നോവേറ്റബിൾ ആയ സിറ്റുവേഷനിൽ ദൈവം പരീക്ഷ ദൈവം അലോ ചെയ്യുന്ന സമയത്ത് മാത്രമേ പരീക്ഷയിൽ എക്സ്പോസ് ആകാവൂ. അല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കാതിരുന്ന് നമ്മൾ ഒരു തയ്യാറെടുപ്പും കൂടാതെ ദുഷ്ടപിശാചിന്റെ വായി പോകുന്ന അവസ്ഥയാണ് പ്രാർത്ഥിക്കാതെ പരീക്ഷയിൽ പോകുന്ന അവസ്ഥ. ഒരു കാരണവശാലും ഇന്ന് മുതൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും, ഹല്ലേലൂയ, നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് ശരിക്കും പറഞ്ഞാൽ യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ പർപ്പസ്ഫുള്ളി കടത്തിവിടാനുള്ളതാണ്. നമ്മൾ അങ്ങനെ പർപ്പസ്ഫുള്ളി, യേശുവെ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ സകല അന്ധകാര ശക്തികളെ ഞാൻ ബന്ധിക്കുന്നു, ഞാൻ പൂട്ടുന്നു, സകല ദുഷ്ടപിശാചിന്റെ സകല സിസ്റ്റങ്ങളെയും എൻ്റെ ലൈഫിൽ നിന്ന്, എൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു, എന്നെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്ത മേഖലയിൽ നിന്ന് അന്ധകാര ശക്തിയെ ഞാൻ മാറ്റുന്നു, സകല കാര്യങ്ങളുടെ ചുമതല ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശു എന്നെ നിയന്ത്രിച്ചാട്ടെ, എൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചാട്ടെ, എൻ്റെ അണ്ടറിലുള്ള സകല വ്യക്തി ജീവിതങ്ങളെ, സകല കാര്യങ്ങളെയും അവിടുന്ന് നിയന്ത്രിച്ചാട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തൊരു ജീവിതമാ നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് ദുഷ്ടപിശാച് നമ്മുടെ ഈ പറഞ്ഞ സ്പിരിറ്റിനെ ആക്സസ് ചെയ്യും. അവന്റെ ഏറ്റവും ആഗ്രഹം ഇതാണ്, എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് അവനെ സേവിപ്പിക്കുക. അവൻ പറയുന്ന ഐഡിയ നമ്മൾക്കും അത് നല്ല ഐഡിയ. നീ ആപ്പിള് അല്ലെങ്കിൽ ആപ്പിളല്ല, നമ്മുടെ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം നല്ല രസമല്ലേ? അത് കുറച്ച് കഴിയുമ്പം അത് ഓൾറെഡി ഹവ്വ ആദ്യം തൊടാൻ തയ്യാറാകാത്ത ഹവ്വ കുറച്ച് കഴിയുമ്പോൾ അത് കാണാൻ നല്ലത്, അത് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം, ഇതൊക്കെ ഇവിടുന്ന് കിട്ടി. അതായത് ഞാൻ ഭാഗത്ത് പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. ഇവിടുന്ന് കിട്ടി ഈ സാധനം. അതായത് ഈ കുറച്ചു നേരം സാത്താനുമായിട്ട് സംസാരിച്ചാൽ പോലും നമ്മുടെ ചിന്താഗതി മാറും. നമ്മൾ സാത്താനുമായിട്ട് ഒരു ഇടപാടും പാടില്ല, ആ സാധനത്തിനെ അടുപ്പിക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ ഈ പറഞ്ഞ മൊബൈലിൽ ഓരോന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഈ ലോകം നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നു. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഈ സാത്താൻ എപ്പം കയറിയും ചോദിച്ചാൽ മതി. നമ്മൾ അതുകൊണ്ടല്ലോ നമ്മൾ ലോകത്തിലുള്ളവരല്ല. ലോകത്തിൻ്റെതായ സിസ്റ്റം നമ്മളിലില്ല. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാണ്. എന്താ സംഭവിക്കണേ? ഈ പറഞ്ഞ സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറി കൂടി, സാത്താൻ കേസുക മാത്രമല്ല, അവൻ നമ്മളെ സെർവ് ചെയ്യിപ്പിക്കും. അവൻ പുതിയ ഐഡിയ തരും. ഈ പറഞ്ഞ ഓരോ അതനുസരിച്ച് നമ്മൾ ചെയ്യും. അത് ആദ്യം നല്ലതാണെന്ന് തോന്നും. സാത്താൻ സാധാരണ ഇതിൽ ഒന്നും മോശം തോന്നിപ്പിക്കത്തില്ല. സാത്താൻ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി ബൈബിളിലെ സിസ്റ്റം എന്താ? മനുഷ്യന് തന്റെ വഴിയൊക്കെയും ചൊവ്വായി തോന്നും, യഹോവയോ ആത്മാവിനെ തൂക്കിക്കൊന്നു. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ പരീക്ഷയിൽ പെടാൻ ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കരുത്. ആവശ്യമുണ്ട്. ദൈവം നമ്മൾ ശരിക്കും ഒന്ന് എക്യുപ്പായി പഠിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വിടും. ആ സമയത്ത് ദൈവം തൊട്ടടുത്ത് നിൽപ്പുണ്ട്, നോക്കുവാണ് നമ്മളെ.
ആ ലെവൽ മാത്രമേ പരീക്ഷയിൽ കാണാവൂ പ്രിയ മക്കളെ. ഇന്ന് മുതൽ ഈ കാര്യം ശ്രദ്ധിച്ച് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് പുതിയൊരു ഹല്ലേലൂയ പുതിയൊരു ആമേൻ ആരോഗ്യകരമായ ക്രിസ്ത്യ ജീവിതം നമ്മൾ ഓരോരുത്തരും ബുദ്ധിപൂർവ്വം നയിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.